ഒരു നിമിഷം എടുത്തു എവിടെയാണ് ഏത് അവസ്ഥയിലാണെന്നൊക്കെ മനസ്സിലാവാൻ. അപ്പോഴും ഉടുമ്പ് പിടിച്ച പോലെ തന്നെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന കൈകൾ. ഒരു നിമിഷം വല്ലാത്തൊരു അസ്വസ്ഥത അവളിൽ നിറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിൽ ഒരു ആശ്രയം താൻ കണ്ടെത്തുന്നറിയാതെ വലഞ്ഞു പോയവൾ? ആർക്കും വേണ്ടാത്ത തന്നെ പോലെ ഒരുത്തിയ ഇയാൾക്ക് എന്തിനായിരിക്കും? ശവം പോലെയൊന്നും കിടന്നെന്ന എനിക്ക് തൃപ്തി തോന്നില്ല ഗൗരി. നിന്റെ പെടച്ചിലും വിറയിലൊക്കെയാ എനിക്കിഷ്ടം. സഹിച്ച് ആ സഹനം ഒരു ശീലമായപ്പോൾ കിട്ടിയ വാക്കുകൾ ഇതായിരുന്നു. ഒരു നിമിഷം വന്യമായി തന്നെ നോക്കിയിരുന്ന കണ്ണുകൾ അവൾക്ക് ഓർമ്മ വന്നു. രുദ്രാൻഷ്, ചെറുപ്പം മുതൽ കാണുന്നൊരു വ്യക്തി, രാഖിയുടെ ചേട്ടൻ. തൻ്റെ അങ്ങനെ കരുതിയിട്ടുള്ളൂ. അഭിയേട്ടനെയോ അജുവേട്ടനെയോ പോലെ ആയിരുന്നില്ല രുദ്രേട്ടൻ. എപ്പോഴും ഗൗരവം കാണിച്ചിറക്കുന്ന ആളെ തങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമായിരുന്നു. എപ്പോഴെങ്കിലും മുന്നിൽ ചെന്ന് വിട്ടാൽ ഒരു നോട്ടമുണ്ട്. ദേഷ്യമാണോ ഗൗരവമാണോ എന്നൊന്നും മനസ്സിലാവാത്ത പോലൊരു നോട്ടം. ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ട് പോലും പരസ്പരം മിണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് തീർത്തും വിരോധാഭാസമായി തോന്നിപ്പോകും. പക്ഷേ സത്യമതാണ്, ആ ആളോടുള്ള പേടി അത്രയും ഉണ്ടായിരുന്നു. എന്നു മുതലാണ് ആ വ്യക്തി തന്നോട് സംസാരിച്ച് തുടങ്ങിയത്? ഒരു നിമിഷം അവളുടെ ഓർമ്മകൾ ആ കാലത്തിലേക്ക് പാഞ്ഞു. ഋതുമതിയായി കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക്. അടച്ചിട്ട റൂമിൽ നിന്നും വെളിച്ചം കണ്ട ദിവസം. ചടങ്ങുകളെല്ലാം അവസാനിച്ചതും പതിവ് പോലെ മുകളിലെ ബാൽക്കണിയിലായി ഇരിപ്പായിരുന്നു രാഖിയും ഗൗരിയും. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ശരിക്കും സങ്കടം വന്നു ഗൗരി. ഇത്രയും ദിവസം തനിച്ചായതിൻ്റെ പരിഭവം പറയുകയാണ് രാഖി. എല്ലാം ഒരു ചിരിയോടെ കേട്ട് നിന്നതേയുള്ളൂ അവൾ. ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത രണ്ടുപേരാണ്. വലിയ തറവാട്ടിലെ എല്ലാ സുഖ സൗകര്യത്തിലും ജനിച്ചിട്ടും ഒരു തടവറയിലെന്ന പോലെ കഴിയുന്നവർ. അവരുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കൊക്കെയും വിലക്കുകളുണ്ട്. അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് കേട്ട് പതിഞ്ഞു പോയ രണ്ടുപേര്. ഇങ്ങനെ രണ്ടുപേർ ആ തറവാട്ടിലുണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പോകും. അച്ചമ്മയെ ഭയന്നുകൊണ്ടുള്ള ജീവിതം എന്തിനിത്ര ഭയമെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ച പാടുന്നു, അത്രയേ ഉള്ളൂ. രാഗി, ഒന്ന് വന്നേ. പോയിട്ട് വരേ. താഴെ നിന്ന് മാലിന്യയുടെ വിളിയേട്ടതും ഗൗരിയോട് പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി. അവൾ വരുവോളം പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു നിന്നവൾ. ഇത്ര വേഗം വന്നോ? പുറകിൽ നിന്ന് ആരുടെയോ സാന്നിധ്യം പറഞ്ഞു നേർത്തൊരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും ഗൗരി ശരിക്കും ഞെട്ടിപ്പോയി. രുദ്രേട്ടൻ. പതിയെ അവളുടെ ചുണ്ടുകൾ ചലിക്കുന്ന നോയിക്കൊണ്ട് തന്നെ അവൻ അവൾക്കരിയിലേക്ക് നടന്നു. ഒരു നിമിഷം അവനോട് എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നോ അറിയാത്ത അവസ്ഥയിൽ നിന്നുപോയവൾ. അത്രയും അടുത്ത് അവനെ കണ്ടതും വല്ലാത്തൊരു ഭയത്തോടെ അവനെയൊന്ന് നോക്കി. തൻ്റെ ശരീരത്തോട് ചേർന്ന് ഒരു നൂലിഴ വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അവൻ്റെ നെഞ്ചോരം മാത്രം ഉയരമുള്ളവൾക്ക് നേരെ നോക്കിയാൽ കാണുന്നത് കഴുത്തിലെ വലിയ സ്വർണ്ണ ചെയിനിൽ കെട്ടിയ രുദ്രാക്ഷം മാത്രമാണ്. ഇതേ നിമിഷങ്ങളിലൊക്കെയും വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖം കണ്ണിലും മനസ്സിലും നിറയ്ക്കുകയായിരുന്നു രുദ്രൻ. ദിവസങ്ങൾ കൊണ്ട് അവളിൽ വന്നുപോയ മാറ്റങ്ങൾ, ഒരു കുഞ്ഞു പെണ്ണിൽ നിന്നുമുള്ള മാറ്റം, എന്നും നെഞ്ചിൽ തറഞ്ഞുപോയ മുഖം, അതിതൊന്നും മാത്രമാണ്. കോളേജിൽ പ്രണയം പറഞ്ഞ് പുറകെ എത്തുന്നവരെല്ലാം ആട്ടിപ്പായിച്ചത് ഉള്ളിൽ ഭ്രാന്ത് പോലെ ഇവൾ പടർന്ന് കയറിയതുകൊണ്ട് തന്നെയാണ്. ഗൗരി. ഒരു നിമിഷം മിഴികൾ ഇറുകിയടച്ച് കളഞ്ഞു ഗൗരി. ആദ്യമായി ഇത്രയും അടുത്തറിയുന്ന അവൻ്റെ സാമീപ്യം, ആദ്യമായി അവനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന തൻ്റെ പേര്. ഭയത്തിൻ്റെ വലിയൊരു ചുഴിയിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഗൗരി ആ നിമിഷങ്ങളിലൊക്കെ. മുന്നിൽ നിൽക്കുന്നവനെ അച്ചമ്മയോട് എന്ന പോലെ ഭയമാണ് അവൾക്ക്. ഞാൻ വിളിച്ച വിളി കേൾക്കാൻ നിനക്ക് ശബ്ദമില്ലേ? ഭിത്തിയിൽ ചേർന്ന് നിൽക്കുന്നവളുടെ ഇരുവശത്തുമായി കൈകൾ വെച്ചുകൊണ്ട് മുഖം അവളിലേക്ക് ഒനിച്ചു പിടിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. നെറുകയിൽ തട്ടി അകന്നു പോകുന്ന അവൻ്റെ ചുടുശ്വാസം തള്ളി മാറ്റാൻ മനസ്സൊരായിരം വട്ടം പറയുമ്പോൾ ശരീരം അതിനൊത്ത് പ്രതികരിക്കാൻ വയ്യാത്തതുപോലെ, ഭയമെന്ന വികാരം കൊണ്ട് ശരീരത്തെ ചുറ്റി വരിഞ്ഞതുപോലെ. വിറക്കുന്ന അവളുടെ ചുണ്ടിലും വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ അവളുടെ മുഖത്തേക്കും വല്ലാത്തൊരു ഭാവത്തോടെ അവൻ ഉറ്റുനോക്കി. അടുത്ത നിമിഷം ശരീരം പൂർണ്ണമായും തന്നെ അവളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ ഒന്നാകെ പൊതിഞ്ഞെടുത്തു രുദ്രൻ. നിമിഷങ്ങൾ വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. അപ്പോഴേക്കും പൂർണ്ണമായി അവൻ്റെ കൈക്കുള്ളിലായിരുന്നു ഗൗരി. ഇരുകൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ച് തോറ്റുപോയവൾ. ചുണ്ടിലെ മധുരത്തിനൊപ്പം അവളുടെ കണ്ണുനീരിനെ അവൻ കൊതിയോടെ രുചിച്ചു. ഏറെ നേരത്തിന് ശേഷം അവൻ അതിരങ്ങൾ മോചിപ്പിക്കുമ്പോൾ തളർന്നൊരു തൂവൽ പോലെ അവൻ്റെ കൈക്കുള്ളിലേക്ക് തന്നെ ബോധം മറഞ്ഞു വീണവൾ. ഒന്ന് പകച്ചുപോയെങ്കിലും അവളെ വിടാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് രുദ്രൻ തൻ്റെ ചുംബനത്തിൽ ചുവന്നു തൊടുത്ത് അവളുടെ അതിരങ്ങളിൽ ഒരിക്കൽ കൂടി മുത്തിക്കൊണ്ട് ഇരുകൈയിലുമായി അവളെ വാരിയെടുത്ത് റൂമിലേക്ക് നടന്നു. ഒരു ദുസ്വപ്നത്തിൻ്റെ ബാക്കി പത്രം എന്ന പോലെ ഈ നിമിഷവും അവളുടെ കണ്ണ് നിറഞ്ഞു. ശക്തിയുടെ നെഞ്ചിനെ നനച്ചുകൊണ്ട് അവനിൽ തന്നെ അവ പെയ്തു തുടങ്ങി. ശക്തിയെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കണ്ണുകളടച്ച് കിടന്നു. കൈകൾ അവളിൽ മുറുകി. ആ നിമിഷം അവിടെ കഴിഞ്ഞുപോയ ജീവിതമാവും ഓർക്കുന്നതെന്ന് അവനറിയാം. എന്തോ അതറിയാൻ അവരൊട്ടും താല്പര്യമില്ലായിരുന്നു. താനില്ലാത്ത ഗൗരിയെ അവൻ അറിയണ്ട. ഞാൻ ചാത്തിട്ട് മതിയേ ഇനി നിന്റെ കരച്ചിൽ. മുരളുന്ന പോലുള്ള അവൻ്റെ ശബ്ദം. ഒരു ഞെട്ടിലോട് അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കിയവൾ.
തീക്ഷ്ണമായ ആ മിഴികൾ, ചെറുചിരി പോലുമില്ലാത്ത ആ മുഖം. ഒരാളിങ്ങനെ കിടന്ന് കരയുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരുണ്ടാവും. കാരണമെങ്കിലും ചോദിക്കില്ലേ? ഒരു നിമിഷം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ചിന്തകളും അവളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. മുന്നിൽ കാണുന്ന ഈ വലിയ രൂപം മാത്രം. ഭ്രാന്തൻ. കണ്ണു നിറച്ച് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞതും മുഖം കുനിച്ച് അവളുടെ കവിളിൽ അവൻ പല്ലുകൾ ആഴ്ത്തിയതും ഒരുമിച്ചായിരുന്നു. പല്ലുകൾ ആഴ്ന്നു പോയൊരു നോവിൽ അവളിൽ നിന്ന് ആ ശബ്ദമുയർന്നതും ശക്തിയുടെ ചുണ്ടും നാവും കൂടിയും ഗൗരിയുടെ കവിളിൽ അമർന്നു. ഒരു നിമിഷം ശ്വാസം പോലും നിന്നു പോയത് അവൾ അറിഞ്ഞു. കരയിൽ പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥ. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിലായി അമർന്നു. ശക്തമായി തള്ളി നോക്കിയിട്ടും അവൻ അനങ്ങാതെ വന്നതും പെണ്ണിൻ്റെ കണ്ണെന്ന് നനഞ്ഞു പോയി. വല്ലാത്തൊരു ലഹരിയിൽ എന്നതുപോലെയായിരുന്നു ശക്തി ആ നിമിഷം. അമർത്തി നുണയുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന അവളുടെ കവിളിൻ്റെ മാർദ്ദം ഇനിയും ഇനിയും നുണഞ്ഞ് സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹം അവനിൽ നിറഞ്ഞു. വശ്യമായ പുഞ്ചിരിയോട് അവൻ അകന്നു മാറിയതും കണ്ണു നിറച്ച് വീണ്ടും അവനെ കൂർപ്പിച്ച് നോക്കി. എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് നിനക്കിനിയും മതിയായില്ലേ ഗൗരി? തുടുത്ത അതിരങ്ങളിലൂടെ വിരൽ പായിച്ചുകൊണ്ട് അവൻ പറഞ്ഞ നിമിഷം അവൾ ആ വിരൽ തുമ്പിൽ ദേഷ്യത്തോടൊന്ന് കടിച്ചു വിട്ടു. ശരീരമൊന്നാകെ പാഞ്ഞു കയറിയ വിറയലോടെ അവളെ കണ്ണുമിഴിച്ച് നോക്കിപ്പോയി ശക്തി. ഗൗരിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. പളുങ്കുപോലുള്ള ആ കണ്ണിൽ ദേഷ്യമാണ്, വാശിയാണ്. കൗതുകത്തോടെ അവളുടെ ആ ഭാവങ്ങളിലേക്ക് ഉറ്റുനോക്കി ശക്തി. അവൻ്റെ നോട്ടം കണ്ട നിമിഷമാണ് താൻ എന്താ ചെയ്തതെന്നൊക്കെ പെണ്ണ് ഓർക്കുന്നത് തന്നെ. ഒരു നിമിഷമുള്ളിൽ നിറഞ്ഞ ഭയത്തോടെ അവനെ നോക്കിപ്പോയവൾ. അവൻ എന്ത് ചെയ്യുമെന്നറിയില്ല. ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ വഴക്ക് പറയും. അച്ചമ്മയെപ്പോലും പേടിയില്ലാത്ത ആളാണ് ആ ആളെയാ താൻ. ഒരു നിമിഷം ഭയം കൊണ്ട് അവളുടെ ഉള്ളു കിടന്നു. ഒരിക്കൽ ദേഹത്ത് തൊട്ടതിന് സഹിക്കാൻ വയ്യാത്ത ദേഷ്യവും സങ്കടവും വന്ന നിമിഷം രുദ്രനെ തല്ലിയത് അവൾ ഓർത്തു. അന്ന് തിരിച്ച് പ്രതികരിച്ച വിധം. മാറി വരുന്ന അവളുടെ ഭാവങ്ങളിലേക്ക് കണ്ണു കുറുക്കിക്കൊണ്ടൊന്ന് നോക്കി ശക്തി. 24 മണിക്കൂർ ഇത്രയും ചിന്തിക്കാൻ മാത്രം എന്താടി നിനക്കുള്ളത്? തന്നിൽ നിന്ന് മുഖം തിരിച്ച് കിടക്കുന്നവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ചോദ്യം. അവളുടെ കണ്ണിൽ ഒരു കടലിരുമ്പുന്നത് അവൻ അറിഞ്ഞു. അതിലെ തിരകൾ വന്ന് പതിക്കുന്നത് അവൻ്റെ നെഞ്ചിലാണ്. ഒരു നിമിഷം ഇരുവരും മൗനമായി. വാക്കുകളേതുമില്ലാതെ മനസ്സുകൊണ്ട് സംവദിക്കും പോലെ. അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവന്. അവൾക്ക് പറയാനുള്ളത് ഒരിക്കലും അവന് കേൾക്കാനാവില്ല. കാരണം അതിലൊക്കെയും ഒരാൾ കാണും. അവളെ ആദ്യമായി സ്വന്തമാക്കിയവൻ. ആ ചിന്ത പോലും ശക്തിയിൽ നിറക്കുന്ന ദേഷ്യത്തിന് പരിധികൾ ഉണ്ടായിരുന്നില്ല. ഞാൻ അറിയാതെ. എക്സ്ക്യൂസ് മീ. മറ്റു പല ചിന്തകളിലായിരുന്നവന് അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ പെട്ടെന്ന് മനസ്സിലായില്ല. അത് ഞാൻ അറിയാതെ കടിച്ചയാ, പെട്ടെന്ന്. ആ നിമിഷം അവൾക്ക് കാണാൻ സാധിക്കാത്ത വിധം ഒരു പുഞ്ചിരി തെളിഞ്ഞു. വിരൽ തുമ്പിലാഴുന്ന അവളുടെ പല്ലിൻ്റെ നോവ്, ഉമിനീരിൻ്റെ നനവ്. എനിക്ക് ഭ്രാന്താണ് തോന്നുന്നുണ്ടോ ഗൗരി? ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അവനിൽ. ഗൗരി ഒന്ന് ഞെട്ടി. എന്തു മറുപടി കൊടുക്കും? കണ്ടിട്ട് മണിക്കൂറുകൾ മാത്രമായ ഒരാൾ ആവർത്തിച്ച് എത്ര തവണ താൻ ആ പേര് വിളിച്ചിരിക്കുന്നു. അത് എനിക്ക് കണ്ണാ, നീ ഒന്ന് താഴോട്ട് വന്നേ. ഗൗരി എന്തോ പറയാൻ തുടങ്ങിയ നിമിഷം മഹിയുടെ വാതിലുള്ള തട്ടിവിളി വന്നിരുന്നു. ഒരു നിമിഷം കൊണ്ട് ശക്തിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഗൗരി ആ കാഴ്ച കണ്ട് കണ്ണുമിഴിച്ച് തന്നെ നോക്കി. ശരിക്കും ഭ്രാന്തൻ തന്നെയാ. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യൻ. എപ്പോൾ എങ്ങനെ സ്വഭാവം മാറുന്നത് പറയാൻ കഴിയില്ല. കൂടുതൽ ആലോചിക്കാതെ എഴുന്നേറ്റ് വാടി, ബാക്കി രാത്രി. അവളിൽ നിന്ന് അകന്നു മാറി മുടി ഒതുക്കുന്ന നിമിഷം തന്നെ അവൻ പറഞ്ഞു. അറിയാതെ അനുസരിച്ച് പോയി ഗൗരി. അവിടെ ആ നോട്ടവും ഭാവവും ഒക്കെ അവനിലൊരു പുഞ്ചിരി വിരിയിച്ചു. താഴേക്കുള്ള പടികൾ ഇറങ്ങി ചെല്ലുമ്പോഴേ കണ്ടു സോഫയിലായി വന്നിരിക്കുന്ന അതിഥികളെ. ശക്തിയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് കൂടി. അടുത്ത നിമിഷം പുറകിലായി നടന്നു വരുന്ന ഗൗരിക്ക് നേരെ തൻ്റെ കൈ നീട്ടിപ്പിടിച്ചവൻ. അവന് മുകളിലായുള്ള പടികളിൽ നിൽക്കുന്നുകൊണ്ട് താഴെ വന്നവരെയൊന്നും ഗൗരി കണ്ടിരുന്നില്ല. ഒരു നിമിഷം കൗതുകത്തോടെ അവൾ ആ മിഴികളിലേക്കും നീട്ടിപ്പിടിച്ച കൈകളിലേക്കും നോക്കി. എപ്പോഴും ഉള്ളതുപോലൊരു നോട്ടം തന്നെയാണ് അവന്, തീക്ഷ്ണത നിറഞ്ഞ നോട്ടം. ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കൈകളിലേക്ക് തൻ്റെ വലത് കൈ വെച്ച് കൊടുത്ത് ഗൗരി. വലിയ കൈക്കുള്ളിൽ അവളുടെ കുഞ്ഞു കൈകൾ, അതിനെ മറ്റാർക്കും കാണാൻ പോലും ആവാത്ത വിധം പൊതിഞ്ഞു പിടിച്ചു ശക്തി. അവളുടെ ഉള്ളം കൈ വിയർപ്പിൽ കുതിർന്നത് അവൻ അറിഞ്ഞു. ഒരു നിമിഷം കൂടി അവളെ നോക്കിക്കൊണ്ട് താഴേക്കുള്ള പടികളിറങ്ങി. താഴെ എത്തിയപ്പോഴാണ് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഗൗരി കാണുന്നത്. പരിചയമുള്ള 1-2 മുഖങ്ങൾ അതിലുണ്ടെന്നൊഴിച്ചാൽ ബാക്കിയുള്ളവരെയൊന്നും ഗൗരിക്ക് അറിയില്ല. അവരും ശക്തിയുമായിട്ടുള്ള ബന്ധവും അവൾക്കറിയില്ല. സത്യത്തിൽ അവൻ തൻ്റെ അപ്പച്ചിയുടെ മകനാണെന്ന് പോലും അവർക്കറിയില്ല എന്നാണ് സത്യം. അജുവേട്ടൻ്റെ ജീവിതം രക്ഷിക്കാൻ വീട്ടിൽ വന്ന പോലീസുകാരൻ ആവശ്യപ്പെട്ടാണ് തന്നെ അയാൾക്ക് മടുക്കുവോളം ഉപയോഗിക്കാൻ. അത്രയും അവൾക്കറിയും. അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെയും വല്ലാത്തൊരു സങ്കടവും അവൾ വന്ന് മൂടുന്നുണ്ട്.
കൂടെയുള്ളവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് അവൾ അറിയുന്നുണ്ട്. പക്ഷെ അതിനെയും കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ തള്ളിക്കളയുകയാണ് ഗൗരി. അറിയാതെ പോലും ഒരു പ്രതീക്ഷ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ആഗ്രഹിക്കാത്തതുപോലെ. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ സങ്കടങ്ങളും ഉണ്ടാവുന്നത്. എന്തൊക്കെയാ ശക്തി ഇത്? ഒരിക്കലും നിന്റെ അച്ഛനായിട്ട് ഈ തറവാടിന്റെ അഭിമാനം കളഞ്ഞു. ഇപ്പൊ നീയും അതേ പാതയിൽ തന്നെ. കൂട്ടത്തിൽ കാരണവരെന്ന് തോന്നിക്കുന്ന ആളുടെ പരിക്കൻ ശബ്ദം ശക്തിക്ക് നേരെ ഉയർന്നു. തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞ അവളുടെ വിരലുകൾ വിറകൊണ്ടത് അവൻ അറിഞ്ഞു. ആ പിടച്ചിൽ അതേ അളവിൽ അവൻ്റെ ഹൃദയത്തിലാണ് വന്ന് പതിച്ചത്. വന്നിരിക്കുന്ന മുത്തച്ഛൻ്റെ ഏട്ടനും കുടുംബവുമാണ് തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ. കൂടെയുള്ളത് അയാളുടെ മകൻ രാഘവൻ, ഭാര്യ സുമ, മകൻ ആദിത്യൻ, പിന്നെ അയാളുടെ മകൾ ഷീല, ഭർത്താവ് സത്യൻ, ഒരേ ഒരു മകൾ യാമിക എന്നിവരാണ്. ഞാൻ ചോദിച്ച ശക്തി കേട്ടില്ലെന്നുണ്ടോ? അതോ എല്ലാം തന്നിഷ്ടം തന്നെയാണോ ഇപ്പോഴും? ശക്തിയുടെ മൗനം നിറച്ച ധാർഷ്ട്യം അയാളുടെ ചോദ്യത്തിൽ നിറഞ്ഞു. അച്ഛനും മുത്തച്ഛനും പേടിയോടെ അവനെ നോക്കി നിൽക്കുകയാണ്. പ്രായമൊന്നും നോക്കില്ല ശക്തി, എന്തും ചെയ്യും അവൻ. 10 വയസ്സുള്ളപ്പോൾ സുഭദ്ര എന്തോ പറഞ്ഞ് കരയിച്ചതിന് ഷീലയുടെ കണ്ണിൽ മുളക് പൊടി വാരി എറിഞ്ഞ ചരിത്രമുള്ളവനാണ്. അമ്മയെന്ന് വെച്ച ഒരു തരം ഭ്രാന്ത് തന്നെയായിരുന്നു ശക്തിക്ക്. അമ്മയുടെ മാത്രം കണ്ണനാണവൻ. അമ്മയുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെ എല്ലാത്തിനും വിലമതിക്കുന്ന മകൻ. അമ്മയെ നഷ്ടമായ നിമിഷം മുതൽ എല്ലാവരിൽ നിന്ന് ഉൾവലിഞ്ഞ് ജീവിച്ച് തുടങ്ങിയതാണവൻ. അച്ഛനായ തന്നോട് പോലും അടുപ്പമുണ്ടായിരുന്നില്ല. കാണിക്കാത്ത ഡോക്ടർമാരില്ല. തെറാപ്പിയും കൗൺസിലിങ്ങും മറ്റും മുറ പോലെ നടന്നു. എങ്കിലും ശക്തിക്ക് മാത്രം മാറ്റമില്ല. ഭദ്രയുണ്ടായിരുന്നപ്പോൾ കണ്ടിരുന്ന ഒരു ഭാവമാണ് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി അവനിൽ കാണുന്നത്. അതിന് കാരണം അവനൊപ്പം ഉള്ള പെൺകുട്ടിയാണെന്ന് ഉറപ്പാണ്. അവളുടെ ഇഷ്ടമില്ലാതെ പിടിച്ചുകൊണ്ട് വന്നാണെന്ന് മനസ്സിലായിട്ട് അവനെതിർക്കാതെ സ്വാർത്ഥത കാണിച്ചത് തന്നെയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സ് നോവുന്നത് അറിഞ്ഞിട്ടും മകന് വേണ്ടി മനഃപൂർവ്വം കണ്ണടക്കുന്നതാണ് താനും അച്ഛനുമൊക്കെ. ശേഖരൻ അച്ഛൻ ശക്തിയെയും അവനരിയിലായി തലകുനിച്ച് നിൽക്കുന്ന ഗൗരിയെയും നോക്കി മനസ്സിലായി ചിന്തിച്ചു. യാമി മോളെ നിനക്ക് വേണ്ടി ആലോചിച്ചപ്പോ മുഖത്ത് അടിച്ച പോലെ നീ എതിർത്ത് പറഞ്ഞ് ഇങ്ങനൊരു തോന്നിയാസം നിനക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നോ? ഒരു 2ാം കെട്ടുകാരിയെ. ഒരു നിമിഷം ചോദിക്കാൻ വന്ന ചോദ്യം പോലും പാതിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവനെ പകപ്പോട് നോക്കിയിരുന്നു പോയി അയാൾ. ചുറ്റും നിൽക്കുന്ന ബാക്കി എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. മൈ കണ്ണുമേഴിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയൊന്നും ചെക്കൻ പ്രതീക്ഷിച്ചില്ലെന്ന് സാരം. ചുറ്റും നിറയുന്ന നിശബ്ദത അറിയെ അയാൾ പറഞ്ഞു തുടങ്ങിയത് കേട്ട നിമിഷം മുതൽ കണ്ണുകൾ ഇറുകെ അടച്ച ഗൗരി പതിയെ മിഴികൾ തുറന്നു നോക്കി. ചുറ്റുമുള്ളവരുടെയൊക്കെയും കണ്ണിൽ നിറയുന്ന ഭയം. എല്ലാവരുടെയും നോട്ടം ചെന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഗൗരിയുടെ മിഴികളും ചെന്നു നിന്നു. ഞെട്ടലോടെ ഭയത്തോടെ അവനെ നോക്കി നിന്നുപോയി ഗൗരി. കണ്ണിലും ചുണ്ടിലും നിറയുന്ന വന്യമായ പുഞ്ചിരി, തന്നിൽ മുറുകുന്ന കൈകൾ. ഒരു നിമിഷം ഉമിനീര് കുടിച്ചിറക്കിക്കൊണ്ട് അവനെയും മറുകൈയിലായി പിടിച്ച പിസ്റ്റളിലേക്ക് മാറി മാറി നോക്കി ഗൗരി. ശ്വാസം വിലങ്ങുന്നത് പോലെ. ഇന്നോളം നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരാളെ കൊല്ലാൻ കെൽപ്പുള്ള വസ്തു. ഗൗരിയുടെ കൈ തണുത്തു മരവിക്കുന്ന അറിയെ അവൻ്റെ ഉള്ളമൊന്ന് തുടുത്തു. ഒരു നിമിഷം ദേഷ്യത്തിന് പോലും വ്യതിയാനം സംഭവിക്കുന്നത് അവൻ അറിഞ്ഞു. അപ്പോൾ വലിയ മുത്തച്ഛൻ എന്താ പറഞ്ഞത്? ഗൗരി ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് ചോദ്യം. കൈകൾ ധാവണിക്കിടയിലൂടെ നഗ്നമായ വയറിലമർന്നു. അവൻ്റെ കൈക്കുള്ളിലിരുന്ന് വിറകൊള്ളുകയാണ് അവളുടെ ഉടൻ. പകപ്പോടെ തന്നെ നോക്കുന്നവൾ അറിയുന്നുണ്ടെങ്കിൽ പോലും അവൻ ആ നോട്ടത്തെ അവഗണിച്ച് വിട്ടു. ബാക്കിയുള്ളവരൊക്കെ ശബ്ദം പോലും ഇല്ലാതെ ആ കാഴ്ച നോക്കി നിൽപ്പാണ്. അത് മോനെ. തനിക്ക് നേരെയുള്ള ശക്തിയുടെ നോട്ടം കണ്ടതും അയാളൊന്ന് വിക്കിപ്പോയി. മുന്നിൽ നിൽക്കുന്നവനെ പാശം കയ്യിലേന്തി യമനെ പോലെ തോന്നിയ അയാൾക്ക് തൊണ്ട വരണ്ട്, കൈകാലുകൾക്ക് വല്ലാത്തൊരു കുഴച്ചിൽ പോലെ. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മഹിയുടെയും എല്ലാ അവസ്ഥ ഇത് തന്നെയാണ്. കുറച്ചുമുമ്പ് വെറുതെ ഒരു ചോദ്യം ചോദിച്ചതിന് തന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അപ്പോഴാണ് അതിനപ്പുറമായി അവളെ വേദനിപ്പിക്കുന്ന പോലെയുള്ള വാക്കുകൾ. ഒരു നിമിഷം മുത്തച്ഛൻ്റെ അവസ്ഥയോർത്ത് അവന് സഹതാപം തോന്നിപ്പോയി. കുടുംബത്തിലെ കാനവർ കളിക്കാൻ നോക്കിയതാ, പക്ഷേ ആള് മാറിപ്പോയി. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതെന്തിനാ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഗൗരിയെ ചുറ്റിപ്പിടിച്ച് സോഫയിലേക്ക് ഇരുന്നുകൊണ്ടാണ് പറച്ചി. ശരിക്കും ഒരു ചെകുത്താന് മുന്നിൽ പെട്ടതുപോലെ നിന്നുപോയവർ. ഗൗരിയും അത്രയും പേടിയോടെ അവനെ നോക്കി നിൽപ്പാണ്. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതുപോലെ. അവനെയും അവൻ്റെ കയ്യിലെ ഗണ്ണിലുമായി മാറി മാറി നോക്കിയവൾ. ഇരിക്കാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ശബ്ദമൊന്ന് ഉയർത്തിയതും അനുസരണയുള്ള കുട്ടികളെ പോലെ വന്നവരും അവിടെയുള്ളവരും സോഫയിലും ചെയറിലുമായി ഇരുന്നു. ആദിത്യനെ യാമി അത്ഭുതത്തോടെ അവനെയും ഗൗരിയെ ആ നിമിഷമൊന്ന് നോക്കി. ശ്വാസം വിട് ഭാര്യ. മുത്തച്ഛൻ കുടുംബസമയം നമ്മൾ അനുഗ്രഹിക്കാനെത്തിയതല്ലേ? വിറച്ചുകൊണ്ട് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളോടായി പറഞ്ഞതും ആദ്യമായി കാണുന്ന പോലെ അവൾ ആ മുഖത്തേക്ക് നോക്കി. ഒരു തരത്തിൽ അവനെ ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആരെയും ഒന്നിനെയും പേടിയില്ലാത്തൊരുവൻ. ആ നിമിഷം അവനും ആ കണ്ണുകളുടെ തിളക്കത്തിൽ കുടുങ്ങി. കണ്ണാ. മഹിയാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ ഇരിപ്പുകാണ് വിളിച്ചു പോയതാണ് അവൻ. അവളിൽ നിന്നും നോട്ടം വെട്ടിച്ചുകൊണ്ട് അവൻ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും ഇരുന്നില്ലെന്നുള്ള മട്ടിലാണ്, മുള്ളിമേ നിൽക്കുന്ന പോലെ.
ശക്തിയുടെ കണ്ണിലും ചുണ്ടിലും ഒരുപോലെ പുച്ഛം നിറഞ്ഞു. വാ കൊണ്ട് വിഷം തുപ്പാൻ അറിയും. എതിരെ നിൽക്കുന്നവരൊന്ന് കണ്ണിൽ നോക്കിയാൽ പോലും വിറകുള്ളൂ. ഇതുപോലെയുള്ളവനല്ല. അപ്പൊ പറഞ്ഞു വന്നത്, ആരെയും ഒന്ന് അറിയിക്കാനുള്ള സാവകാശം എനിക്കുണ്ടായിരുന്നില്ല. വയസ്സ് 30 ഇങ്ങനെ ഒറ്റയ്ക്ക് എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? ഗൗരിയെ നോക്കിക്കൊണ്ട് എല്ലാവരോടുമായാണ് പറച്ചിൽ. ഗൗരിയുടെ മിഴികൾ തെല്ലിയുടെ അവനിൽ നിന്ന് ചലിച്ചതേയില്ല. ഉള്ളിൽ നിറയുന്ന വികാരം എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. ആദ്യമായിട്ടാണ് കുറ്റപ്പെടുത്തുന്നവർക്കും ഒറ്റപ്പെടുത്തുന്നവർക്കുമിടയിൽ ഒരാൾ ചേർത്ത് പിടിക്കുന്നു. അത്രമേൽ കരുതൽ കാണിക്കുന്നു. ഇവളെ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ട് കൂടെ കൂട്ടി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? കയ്യിലെ പിസ്റ്റളിന്റെ ഭംഗി നോക്കിയെന്ന് ആസ്വദിച്ചുകൊണ്ടാണ് ആ ചോദ്യം. ഓമി നീരിറക്കിക്കൊണ്ട് ചുറ്റുമുള്ളവരൊക്കെ ഇല്ലെന്ന് തലയാട്ടി. അപ്പൊ ശരി, എല്ലാവരും 2 ദിവസം നിന്നിട്ടൊക്കെ പതിയെ പോയാൽ മതി. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പിസ്റ്റൾ ഷർട്ടിന് പുറകിലായി വെച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ ശ്വാസം വന്ന് അയഞ്ഞു തുടങ്ങിയത് ആ നിമിഷമാണ്. അടുത്ത നിമിഷം തന്നെ ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവൻ ഗൗരിയെ വാരിയെടുത്ത് കയ്യിലൊതുക്കി. ഒന്ന് എതിർക്കാൻ പോലുമുള്ള ധൈര്യം അവൾക്ക് ആ നിമിഷം ഉണ്ടായിരുന്നില്ല. ചുറ്റും നിൽക്കുന്ന അതിഥികളുടെ മുഖമൊക്കെയും ഇരുണ്ടു. പക്ഷെ പുറത്ത് കാണിക്കാൻ വയ്യ. മുൻപത്തെ പോലെ ആവില്ല. വെറുതെ വിടില്ല. എന്തും ചെയ്യും. നിയമത്തിനെ വളച്ചൊടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. ആരെയും നോക്കാതെ അവളുമായി പടിയേറുമ്പോൾ അവരെ വെറുതെ വിട്ടതിൻ്റെ അമർഷം അവനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കിടക്കുന്നവൾ തൻ്റെയാണ്, തൻ്റെ മാത്രമാണ്. അല്ലെന്ന് കേൾക്കുന്നത് പോലും ഭ്രാന്തി പിടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ശക്തി.